2026 പോസ്റ്റ് ഓഫീസ് GDS റിക്രൂട്ട്മെന്റിന് അപേക്ഷിച്ചവർക്ക് ഇതാ ഒരു സുപ്രധാന വാർത്ത. സോഷ്യൽ മീഡിയയിലും മറ്റും ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് GDS റിസൾട്ട് മാർച്ച് മാസം പ്രസിദ്ധീകരിക്കും എന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, റിസൾട്ട് വന്നാൽ ആദ്യം എങ്ങനെ പരിശോധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. 10ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ റിക്രൂട്ട്മെന്റിന് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് മാത്രം അപേക്ഷിച്ചിരിക്കുന്നത്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അപേക്ഷകളുടെ പരിശോധന നടന്നുവരികയാണ്. മാർച്ച് ആദ്യവാരം അല്ലെങ്കിൽ പകുതിയോടെ ആദ്യ മെറിറ്റ് ലിസ്റ്റ് പ്രതീക്ഷിക്കാം. ഇനി റിസൾട്ട് വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി നോക്കാം. റിസൾട്ട് വന്നാൽ അത് പരിശോധിക്കാൻ വെബ്സൈറ്റുകൾ മാറിപ്പോകരുത്. ഔദ്യോഗിക വെബ്സൈറ്റായ ഇന്ത്യ പോസ്റ്റ് GDSonline.gov.in സന്ദർശിക്കുക. ഇതിൻ്റെ റിസൾട്ട് തപാൽ വകുപ്പ് ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക എന്നുകൂടി നോക്കാം. ഇന്ത്യ പോസ്റ്റ് GDSonline.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ കാൻഡിഡേറ്റ്സ് കോർണറിൽ പോയി ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കേരളം ഉൾപ്പെടെയുള്ള സർക്കിളുകളുടെ ലിസ്റ്റ് PDF ആയി ലഭിക്കും. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അതിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് ഹാജരാകേണ്ടി വരും. റിസൾട്ട് വന്നാലുടൻ തന്നെ കൃത്യമായ വിവരങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.